This video is sponsored by SP Digital Marketing. ஸ்கிப் பண்ணாதீங்க. பெரிய தப்பு. தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்துக்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു കാട ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. തൊണ്ടക്ക് വെച്ച് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് വോയിസ് ഒന്ന് ക്ഷമിക്കുക. മഴയായതുകൊണ്ട് ത്രോട്ടിലൊക്കെ കുറച്ച് പ്രോബ്ലം വന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കാട ഫ്രൈ മാത്രമായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്, പിന്നെ അത് മാറി ബിരിയാണിയോട്ടായി. എന്നാൽ പിന്നെ ബിരിയാണിയെങ്കിൽ ബിരിയാണി അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് കാടയൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1/2 ടീസ്പൂണ് പെപ്പർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എരിവ് ഇച്ചിരി കൂടെ വേണമെങ്കിൽ സാധാരണ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം കേട്ടോ. ചിലർ ലെമൺ ചേർക്കാറുണ്ട്. ഞാനിവിടെ ലെമൺ ചേർത്തിട്ടില്ല. ലെമൺ ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് വേണം ചേർക്കാം കേട്ടോ. ഒരു ഹാഫ് ലെമൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 2 സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാട ഓരോന്നും എടുത്ത് അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാട ഓരോന്നും ഓരോ സൈസായിരുന്നു കേട്ടോ. ഒന്ന് ചെറുത്, ഒന്ന് വലുത്, അങ്ങനെയായിരുന്നു. പെരട്ടിയതിന് ശേഷമാണ് കേസ് ഓർമ്മ വന്നത് വരഞ്ഞു കൊടുത്തില്ലല്ലോ. പിന്നെ പെരട്ടിയതിന് ശേഷം ഞാൻ വരഞ്ഞു കൊടുത്തത്. പിന്നെയും ഒന്ന് മസാല ഇട്ട് മുക്കി വരഞ്ഞെടുത്തു. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഗൈസ്? ഇനി അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ ഉള്ളി നേർമയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരും കേട്ടോ. സാധാരണ നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് ഞാൻ ഇത്രത്തോളം ഉള്ളി വേവിക്കാറില്ല. എന്നുവെച്ചാൽ നമ്മളതിൽ ചിക്കൻ ചേർത്ത് വേവിക്കുമല്ലോ. പക്ഷേ ഇപ്പോൾ ഇവിടെ കാട ബിരിയാണിക്ക് കാട ഓൾറെഡി നമ്മൾ എണ്ണയിലിട്ട് വേവിച്ചല്ലോ. ഇനി നമുക്ക് ഇതിനകത്തിട്ട് വേവിക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് ഉള്ളി നന്നായിട്ട് വേവണം. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വേവിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതൊന്നും വാടി വരുമ്പോഴത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിപ്പോഴേ ചേർക്കുന്നില്ല, വേഗം അടി പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോൾ ചേർക്കാത്തത്. ഞാനൊരു പകുതി ആകുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ മസാല വേഗം അടി പിടിക്കും. അപ്പം ഇനി തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്തേക്ക് നമ്മുടെ ഗരം മസാല, ബിരിയാണിയുടെ മസാല ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാതെ ഉള്ളി ഞാൻ കൂടുതലെടുക്കാത്ത, ഉള്ളി കൂടുതലെടുത്തിട്ടുണ്ടെങ്കിൽ മതിർക്കും നമുക്ക് അങ്ങോട്ട്. അതുകൊണ്ട് മസാല കുറയ്ക്ക് മതിയല്ലോ. നമുക്ക് 3 കാടയല്ലേ ഉള്ളൂ. ഞാൻ മസാല കുറച്ചതാണ്. നമ്മുടെ ഉള്ളിയൊക്കെ വെന്ത് നല്ല മസാല പരുവായിട്ടുണ്ട്. അടി പിടിക്കാതിരിക്കാൻ ഞാൻ 2 സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കും. ഇനി നമുക്ക് നമ്മുടെ കാട പൊരിച്ചെടുക്കാം. മഴയായതുകൊണ്ട് ഓയിലൊക്കെ അങ്ങ് തണുത്ത് വേറെ കളറായിപ്പോയി. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കാട ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാലേ ആ മസാലയൊക്കെ അങ്ങ് അതിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ കാട ഓരോന്നോരോ പൊരിച്ചെടുക്കാം. ഞാൻ 2 ഇട്ട് കൊടുത്ത ഒരു പ്രാവശ്യം. നമ്മുടെ മസാല നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതോട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കാടയുടെ നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ പൊരിച്ച കാട ഞാൻ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഈ കാട കണ്ടിട്ട് എന്തെങ്കിലും തോന്നും, ഒരു മനുഷ്യൻ കിടക്കുന്ന പോലെയല്ലേ? എനിക്കങ്ങനെ തോന്നി കേട്ടോ. ഇനി നമുക്ക് റൈസ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. റൈസ് ഞാൻ ഓൾറെഡി ആക്കുന്നത് വീഡിയോ ലെങ്ത് ആകുന്നുണ്ട് കാണിക്കാനത്. നമ്മൾ ദമ്മിട്ട് കൊടുക്കും. ഇനി അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ പോലും എൻ്റെ മക്കൾ സമ്മതിച്ചില്ല. അപ്പോൾ ഇവിടെ കറണ്ട് പോയി. പിന്നെ കറണ്ട് വന്നപ്പോഴത്തേക്ക് അത് പ്ലേറ്റ് കാലിയാക്കിയിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.